മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ വീട്ടിലെ അന്തരീക്ഷമാകെ മാറിയിരുന്നു. ആരും ആരോടും അധികം സംസാരിക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ ചിന്തകളിൽ, അവരുടെ മുറികളിൽ ഒതുങ്ങിക്കൂടി. എന്നാൽ വൈജയന്തിയുടെ ഉള്ളിൽ ആളിക്കത്തുന്ന അഗ്നിപർവ്വതം അപ്പോഴും പുകയുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ബാലചന്ദ്രൻ തന്നോടൊരു അക്ഷരം പോലും മിണ്ടാതെ മുഖം തിരിച്ചു നടക്കുന്നതിന്റെ അപമാനവും ദേഷ്യവും അവരെ വല്ലാതെ അസ്വസ്ഥയാക്കി. വൈജയന്തി പതിവെ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് നടന്നു. അവരുടെ ഓരോ ചുവടുവെപ്പിലും ആ ദേഷ്യം പ്രകടമായിരുന്നു. ബാലചന്ദ്രന്റെ മുറിയുടെ വാതിൽക്കൽ അവൾ നിന്നു. വാതിൽ പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ ലാപ്ടോപ്പിൽ കണ്ണും നട്ട് എന്തോ ഗൗരവമായ ജോലി തിരക്കിലാണ് ബാലചന്ദ്രൻ. മുറിക്കുള്ളിലെ ഇരുണ്ട വെളിച്ചത്തിൽ സ്ക്രീനിൽ നിന്നുള്ള ആ ഒരു പ്രകാശം മാത്രം ആ മുഖത്ത് വീണ് കിടന്നു. വൈജയന്തി വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവരുടെ നിഴൽ ലാപ്ടോപ്പിൽ സ്ക്രീനിനകത്ത് വീണപ്പോൾ തന്നെ അത് വൈജയന്തിയാണെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി. അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി. അവിടെ കടുത്ത വെറുപ്പും ദേഷ്യവും നിറഞ്ഞു നിന്നു. കയ്യിലിരുന്ന കമ്പ്യൂട്ടർ മൗസിൽ അദ്ദേഹം മുറുകെ പിടിച്ചു. ഉള്ളിലേക്ക് ദേഷ്യം ഇരിച്ചു കയറിയ ദേഷ്യത്തെ കഷ്ടപ്പെട്ട് നിയന്ത്രിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, വൈജയന്തി ഗൗരവത്തോടെ പറഞ്ഞു. ബാലചന്ദ്രൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ പല്ലെറുമ്പിക്കൊണ്ട് പറഞ്ഞു. നീ മിണ്ടരുത്. നിന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ എന്റെ മുറി വിട്ട് ഇങ്ങോട്ടേക്ക് മാറിയത്. നിന്റെ സാന്നിധ്യം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കെവിടെ നിന്നും മാറിപ്പോവേണ്ടി വരും. അദ്ദേഹം ലാപ്ടോപ്പ് അടച്ചു വെച്ച് ദേഷ്യത്തോട് വൈജയന്തിയെ നോക്കി. ദയവ് ചെയ്ത് എന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോ വൈജയന്തി. വെറുതെ എന്റെ BP നീ കയറ്റരുത്. 2 തവണ അറ്റാക്ക് വന്നു കഴിഞ്ഞതാ ഞാന്. ഇനി ഞാൻ മരിച്ചു കാണണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാൽ മതി. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് വൈജയന്തിന്റെ മുഖം വക്രിച്ചു. പരിഹാസത്തോടെ അവർ ചോദിച്ചു, ബാലേന്ദ്ര, നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? ഏതോ ഒരു അവിഹിതത്തിൽ പിറന്ന അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതിനാണോ? പിന്നെയും നിങ്ങൾ എന്തിനാ എന്നോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നത്? അവളെ വിട്ടു നിൽക്കുന്നതിനുള്ള സങ്കടമാണോ ഇത്? ആ വാക്കുകൾ ബാലചന്ദ്രന്റെ കാതുകളിലും ഈയം ഉരുക്കിയൊഴിക്കുന്നത് പോലെയാ പതിച്ചത്. അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്നും ഒരു ഞെട്ടലോടുകൂടെ ചാടി എഴുന്നേറ്റു. ഹാ, നിനക്കൊന്നും അറിയില്ലടി. നീ എന്താ വിചാരിച്ചത്? അലീനയെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടാ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീർന്നുവെന്നാണോ? ഇവിടുത്തെ പ്രശ്നം അലീനയല്ല, നീയാണ്. നീ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നക്കാരി. വൈജയന്തി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരും ശബ്ദമുയർത്തി. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തത് ബാലേന്ദ്രനല്ലേ? 23 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഏതോ ഒരുത്തിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതെന്റെ മകളാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെ അംഗീകരിക്കും? എന്റെ സ്ഥാനത്ത് ഏത് ഭാര്യയാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കുള്ളൂ? അവളെ മകളാണെന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് കണ്ണടച്ചങ്ങ് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണോ? ബാലചന്ദ്രൻ ആദ്യം അത് പറ. വേണ്ട, നീ ഒന്നും പറയണ്ട. ബാലചന്ദ്രൻ കൈ ഉയർത്തി. അവരെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അഹങ്കാരം, നിന്റെ തലക്കണം, നീയാണ് ഈ വീട്ടിലെ എല്ലാം നിന്നുള്ള ഭാവം. അത് നീ നിന്റെ കയ്യിൽ നിന്നെങ്ങ് വെച്ചാ മതി. എന്റെ അടുത്ത് അതൊന്നും ഇറക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്, പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോവില്ല എന്ന് വൈജയന്തി ശബ്ദം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയണം അവളും നിങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലുണ്ടായതാണോ എന്ന്. എനിക്കാദ്യം അതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. അവളാണോ നിങ്ങളുടെ അവിഹിതം? അതാണോ അവൾ പോയത് കൊണ്ട് നിങ്ങൾ ഇത്രമാത്രം കടന്ന് പ്രകടനമൊക്കെ കാണിക്കുന്നത്? ഇതും കൂടെ കേട്ടപ്പോൾ ബാലേന്ദ്രന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെട്ടു. ആ വലിയ മനുഷ്യൻ കോപത്തിലങ്ങ് വിറച്ചു. താൻ ഇരുന്ന കസേര ദേഷ്യത്തോടെ പിന്നിലേക്കങ്ങ് തള്ളിയിട്ടു. കണ്ണുകളിൽ അഗ്നിസ്ഫുരിതം പോലെ അദ്ദേഹം വൈജയന്തിക്ക് നേരെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. വലതുകൈ വായുവിൽ ഉയർന്നു നിന്നു. അലീനെ പറ്റി നീ ഒരു വാക്ക് കൂടി മോശമായി സംസാരിച്ചാൽ നിന്റെ പല്ലടിച്ച് ഞാനങ്ങ് താഴെയിടും. നീ എന്താടി വിചാരിച്ചത്? നിന്നെ പോലെ അവളും പിഴച്ചു നടക്കുവാണെന്ന് നീ കരുതിയോടി? ബാലചന്ദ്രന്റെ ശബ്ദം ആ മുറിക്കാകെ പ്രതിധ്വനിച്ചു. തന്റെ നേർക്ക് അടിക്കാൻ ഓടിയെത്തിയ ഭർത്താവിനെ കണ്ട് വൈജയന്തി അല്പമൊന്ന് ഭയന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അവളുടെ ഈഗോയെ വ്രണപ്പെടുത്തിയിരുന്നു. അവൾ കണ്ണുരുട്ടി ചോദിച്ചു, ബാലേന്ദ്ര, നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ പിഴച്ചു നടക്കുന്നവളാണെന്നോ? കൊള്ളാം, നല്ല ആള് തന്നെ. ഞാൻ പിഴച്ചു നടക്കുവാണെന്ന് നിങ്ങൾ തന്നെ എന്നെ നോക്കി പറയണം. വിവാഹത്തിനു മുൻപ് വേറൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായിട്ടുണ്ട്. അത് മറച്ചുവെച്ച് ഇത്രയും കാലം എന്നെയും എന്റെ വീട്ടുകാരെയും കുടുംബത്തെയും എല്ലാം പറ്റിച്ച് ജീവിച്ച ബാലേന്ദ്രനാണോ എന്നോട് ഈ വർത്താനം പറയുന്നത്? അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ ബാലചന്ദ്രൻ അലറി. എന്റെ വായിലിരിക്കുന്നതൊന്നും നീ കേൾക്കണ്ട. നീ അത്രക്ക് പതിവ്രതയൊന്നും ചമേണ്ട വൈജയന്തി. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തില്ല. ഞാനാണ് വൈജയന്തി. എനിക്കറിയാം എന്റെ നിലയും വിലയും എന്താണെന്ന്. അതേടി, നിനക്കെല്ലാം അറിയാം. ബാലേന്ദ്രന്റെ ചുണ്ടുകളിൽ ഒരു വല്ലാത്ത പരിഹാസം നിറഞ്ഞു. വാക്കുകൾ തൊണ്ടിൽ കൊടുങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വായിക്കും. വൈജയന്തി ദേഷ്യത്തോടെ വാതിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു, അലീനെ സ്വപ്നം കണ്ട് കെടുക്കാനായിരിക്കും നിങ്ങൾക്ക് തിടുക്കം. അവൾ നിങ്ങളുടെ അവിഹിത സന്തതിയൊന്നുമല്ല. അവളാണ് നിങ്ങളുടെ അവിഹിതം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനു അവളെ കെട്ടാൻ മുട്ടി നിൽക്കുവാണ്. അതിനു മുൻപ് അവളെ നിങ്ങൾക്ക് കെട്ടണമെന്നല്ലേ? എനിക്കതൊക്കെ നന്നായിട്ടറിയാം.
അത്രയും പറഞ്ഞുകൊണ്ട് വൈജയന്തി പുറത്തേക്ക് കാല് വെച്ചപ്പോൾ ബാലചന്ദ്രൻ ഓടിച്ചെന്ന് ആ വാതിലിന്റെ അവളുടെ മുഖത്തേക്ക് നേരെ വലിച്ചടച്ചു. വലിയൊരു ശബ്ദത്തോടുകൂടി ആ വാതിലങ്ങടഞ്ഞപ്പോൾ ആ മുറിയുടെ നിശബ്ദതയിലേക്ക് ബാലേന്ദ്രൻ വീണ്ടും അങ്ങ് തരിച്ചായി. വാതിൽ ചാരി കണ്ണടച്ച് നിൽക്കുമ്പോൾ ബാലേന്ദ്രന്റെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടാത്തതുപോലെ അദ്ദേഹം വിയർത്തു. തന്റെ സ്വന്തം ഭാര്യ താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയം അങ്ങ് കീറി മുറിച്ചു. എനിക്കെല്ലാം തുറന്നു പറയണം, അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ഈ അഹങ്കാരിയായ വൈജയന്തിയോട് വിളിച്ചു പറയണം, അവൾ പുച്ഛിച്ചു തള്ളുന്ന ആ അലീന അത് വേറെ ആരുമല്ല, സാക്ഷാൽ വൈജയന്തിയുടെ സ്വന്തം ചോരയാണെന്ന്. വിവാഹത്തിനു മുൻപ് അവൾക്ക് ജനിച്ച, അവൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അതേ മകളാണ് അലീന എന്ന് വിളിച്ചു പറയണം. നടന്ന കാര്യങ്ങളെല്ലാം സത്യം അവളെ അറിയിക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം അലീനയുടെ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകുന്നതിനു മുൻപ് ആ പാവം പെൺകുട്ടി തന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്, അച്ഛാ, ഒരിക്കലും എന്റെ അമ്മയോട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയരുതേ എന്ന്. അവൾക്ക് താങ്ങാൻ കഴിയില്ല, കുടുംബം തകരും, ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ആ വാക്കുകൾ ഓർക്കുമ്പോൾ ബാലേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. മകൾക്ക് കൊടുത്ത വാക്ക് തന്റെ മകൾക്ക് വേണ്ടിയും അലീനയ്ക്ക് വേണ്ടിയും സ്വന്തം അഭിമാനം പോലും മാറ്റിവെച്ച് ഭൂമിയോളം താഴ്ന്നു നീക്കുവാണ് ആ അച്ഛൻ. സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഒരു തെറ്റുകാരനായി, കൊടിയ വഞ്ചകനായി. ആ പഴി കേൾക്കുമ്പോഴും സഹിഷ്ണുതയോടെ എല്ലാം സഹിക്കാൻ ആ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് തന്റെ കുടുംബത്തോടുള്ള സ്നേഹം മാത്രമായിരുന്നു. നെഞ്ചിലെ ഭാരം കുറക്കാനായി അദ്ദേഹം പതിയെ കട്ടിലേക്ക് വന്നിരുന്നു. പുറത്ത് വീശിയെടുക്കുന്ന കാറ്റിനു പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സങ്കടത്തെ തണുപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. മുകളിൽ ഭർത്താവിൽ നിന്നു നേരിട്ട അപമാനത്തിന്റെ ചൂടറിയാതെയാണ് വൈജയന്തി താഴേക്ക് ഇറങ്ങി വന്നത്. അവരുടെ ഓരോ ചുവടിലും ദേഷ്യം തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ സോഫയിലിരിക്കുന്ന ബബിതയും രോഹിത്തും കൃഷ്ണമോളയും അവർ കണ്ടു. അമ്മയുടെ മുഖമാറ്റം കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. രോഹിത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അമ്മയ്ക്ക് ഇതെന്താ അമ്മേ, രാവിലെ തന്നെ അച്ഛനെ ചൊറിയാനായിട്ട് പോയതാണോ എന്നും ചോദിച്ച്. ഇത് തന്നെയാണോ അമ്മയ്ക്ക് എന്നും പണിയെന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ വൈജയന്തി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഞാൻ ചൊറിഞ്ഞതാണോടാ അയാളെ? എൻ്റെ ഭർത്താവാണ് അയാള്. ഞങ്ങൾ രണ്ടുപേരും ഈ ഒരൊറ്റ വീട്ടിൽ രണ്ടായിട്ടാണ് കഴിയുന്നത്. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലടാ. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്നേക്കാൾ വലുത് ആ അലീനയല്ലേ. കുട്ടികൾ പരസ്പരം നോക്കി. വൈജയന്തി തുടർന്നു, എടി, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ അമ്മയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം ഇത് എൻ്റെ അവിഹിതത്തിലുണ്ടായ മകളാണെന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ? ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. എനിക്കിതുവരെ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ ഷോക്കിൽ നിന്നും ഞാൻ ഇതുവരെ റിലീഫായിട്ടില്ല. ഏതോ ഒരുത്തിക്കുണ്ടായ ഒരു പെണ്ണ്, അവളെ ഞാൻ സ്വീകരിക്കണോ? അതും വന്ന പാടത്തന്നെ അവൾ എന്തൊക്കെയായി ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഈ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി അവൾ എന്തോരം പ്രയത്നിച്ചു. ഇതൊക്കെ കേട്ടു നിൽക്കാൻ കൃഷ്ണമോൾക്ക് കഴിഞ്ഞില്ല. അവൾ മുന്നോട്ട് വന്ന് ദേഷ്യത്തോട് ചോദിച്ചു, അലീന ചേച്ചി, ഈ കുടുംബം ഇല്ലാതാക്കാൻ പ്രയത്നിച്ച ഒരു കാര്യമെങ്കിലും അമ്മക്കൊന്ന് പറയാമോ? ചേച്ചി ഇന്നേ വരെ അച്ഛനോടോ അമ്മയോടോ മിണ്ടരുതേന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് 3 പേരോടും ഇതുവരെ ഒരു വിരോധവും ആ പാവം കാണിച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു. ഒരു സെർവന്റിനെ പോലെ അവിടെ നിൽക്കുമായിരുന്നില്ലേ? പിന്നെ അമ്മക്കെന്താ അവരോട് ഇത്രമാത്രം പ്രശ്നം? വൈജയന്തി പുച്ഛത്തോടുകൂടി ഒന്ന് മുഖം കൂട്ടി. അല്ലെങ്കിലും നിന്റെ കണ്ണിൽ കൂടെ കണ്ട അവൾ ചെയ്യുന്നതൊന്നും നിനക്ക് കുറ്റമായിട്ട് തോന്നില്ല. നിനക്ക് അവളാണല്ലോ ഇപ്പം എല്ലാം. ഞാനും ബാലേന്ദ്രനും ഇപ്പം രണ്ടായിട്ട് കഴിയുന്നത് കാരണം അവളല്ലേ. ഞാനാണോ ബാലേന്ദ്രനോട് എൻ്റെ മുറിയിൽ നിന്നും മാറാൻ പറഞ്ഞത്? അല്ലല്ലോ. ബാലേന്ദ്രനായിട്ട് സ്വന്തമായിട്ട് വേറൊരു റൂമിലേക്ക് മാറിപ്പോയതല്ലേ. അതെൻ്റെ കുഴപ്പമാണോ അതോ നിങ്ങളുടെ അച്ഛൻ ചെയ്തത് ന്യായമാണോ? കൃഷ്ണമോള് മറുപടി പറഞ്ഞു, അല്ല, ഈ പറഞ്ഞതുപോലെ അച്ഛൻ ചെയ്തത് ന്യായമാണെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒന്നും പറയണ്ട, വൈജയന്തി കയർത്തു. ആ പെണ്ണ് ബാലേന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. അവളുടെ നിഗളിപ്പ് കണ്ട അറിയാം അവൾ ആരാണെന്നൊക്കെ. ഇപ്പോൾ അവൾക്ക് ആ പുതിയ ആഗ്രഹമല്ലേ, മനുവിനെ കെട്ടണം. അതിനുവേണ്ടി അവൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുവല്ലേ. മിക്കവാറും അതിനു മുൻപ് നിന്റെ അച്ഛനെ അവൾ കെട്ടും. പെട്ടെന്ന് രോഹിത്തിന്റെ മുഖം അങ്ങ് ചുവന്നു. അവൻ ശബ്ദമുയർത്തി, നമുക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയാനായിട്ട്? ഞങ്ങളുടെയൊക്കെ പ്രായമല്ലേ ആ അലീന ചേച്ചിക്കുള്ളൂ. എന്നിട്ടും ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? ഹോ, അപ്പോ ഞാൻ പറയുന്നതാണ് കുറ്റം. നിങ്ങളുടെ തന്ത കാട്ടിക്കൂട്ടുന്നു നിങ്ങൾ കാണുന്നില്ലേ? അമ്മ പ്ലീസ്, മതി, നിർത്ത്. രോഹിത് അലറി. ഞങ്ങൾക്കിനി ഓരോന്നൊന്നും കേൾക്കാൻ വയ്യ. അമ്മ എപ്പോഴും അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഭവിതേച്ചിയും എന്നെയും ഒക്കെ ഈ ഒരു രീതിക്ക് നല്ല വഴിയിലേക്ക് ആക്കിയെടുത്തതൊക്കെ അലീന ചേച്ചിയാണ്. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. എന്നെ കോളേജിലേക്ക് തിരികെ ചേർക്കുന്ന കാര്യത്തെപ്പറ്റി അലീന ചേച്ചി സംസാരിച്ചപ്പോൾ തന്നെ അമ്മ എന്തൊക്കെയാ പറഞ്ഞ് പരിഹസിച്ചത്. ഒരു വേലക്കാരി വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല എന്നൊക്കെയല്ലേ അമ്മ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? ആ അലീന ചേച്ചി കാരണമല്ലേ എനിക്കിപ്പോൾ ഈ 3rd ഇയർ കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചത്. ഈ എക്സാമിന് ആകെ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ. അതെഴുതാൻ സാധിക്കാതെ പോയിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അമ്മേ. വെറുതെ ഏതെങ്കിലും കോളേജിൽ ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ഒന്നുകൂടെ പഠിക്കേണ്ടി വരില്ലായിരുന്നോ?
ഇപ്പോൾ എങ്ങനെയായി? അതിനൊന്നും നിൽക്കാതെ തന്നെ എനിക്ക് എക്സാം എഴുതാനൊക്കെ പറ്റിയില്ലേ? എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. രോഹിത് ഒരു നിമിഷം നിർത്തി ശ്വാസം എടുത്തു. എന്നിട്ട് വളരെ ശാന്തമായി പറഞ്ഞു, അതെ അമ്മേ, കൃഷ്ണമോള് പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി മാറി. പണ്ട് ഏതൊരു പെണ്ണിനെ കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ മോശപ്പെട്ട ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീയെ എങ്ങനെ നോക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആരെ കണ്ടാലും എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ഭവിതയുടെയും കൃഷ്ണമോളുടെയും മുഖമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്ത്രീയും എനിക്ക് തെറ്റായ രീതിയിൽ ഒന്ന് കാണാൻ പോലും കഴിയില്ലാമേ. അതിനൊക്കെ കാരണക്കാരി അലീന ചേച്ചി തന്നെയാണ്. വൈജയന്തി ഇതൊക്കെ കേട്ട് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അതിന് അലീന എന്താണ് ചെയ്തത്? പോയിട്ട് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ മുഖത്ത് ഇരുവരുടെയും മുഖം എന്താ വെട്ടിയൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലമ്മേ, ചേച്ചി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചേച്ചി എൻ്റെ മനസ്സിലേക്ക് ഒരുപാടധികം പ്രകാശം കൊണ്ടുവന്നു. സ്ത്രീകളെ എങ്ങനെ കാണണമെന്നും എല്ലാ പെൺകുട്ടികളോടും തൻ്റെ സഹോദരങ്ങളെ പോലെ പെരുമാറണമെന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ തെറ്റിയപ്പോഴൊക്കെ എന്നെ തിരുത്തി തന്നു. സത്യത്തിൽ അതെല്ലാം അമ്മ ചെയ്തു തരേണ്ട കാര്യങ്ങളായിരുന്നു. അമ്മ ഇതുവരെ അതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഒരു സ്ത്രീയെ എങ്ങനെ കാണണം, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അതെല്ലാം അമ്മയിൽ നിന്ന് ഞങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളായിരുന്നു. എന്നാൽ അതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരാൻ ഒരു അലീന ചേച്ചി വേണ്ടിവരേണ്ടി വന്നു. അവന്റെ വാക്കുകൾ വൈജയന്തിയുടെ മുഖത്തേറ്റൊരടിയായിരുന്നു. ബബിതയും മുന്നോട്ട് വന്ന് പറഞ്ഞു, അതെ, രോഹിതേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. ഞാനും കുറെ റോങ് റൂട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അതെല്ലാം അലീന ചേച്ചി കണ്ടുപിടിച്ചു. ചേച്ചി എന്നെ വാൺ ചെയ്തു, കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഞാനും ഈ തെറ്റായ വഴിയിലൂടെയൊക്കെ പോവാതിരുന്നത്. വൈജയന്തിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹോ, അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുണ്യാളത്തിയ അവളല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും മകളും എല്ലാം അവളുടെ കൂട്ടത്തിൽ കൂടിയല്ലോ. എല്ലാവരും എനിക്ക് നേരെ തിരിഞ്ഞല്ലോ. അവൾ എവിടെ നിന്ന് പോയാലും എല്ലാവരും കൂടി എനിക്കൊരു സമാധാനവും തരില്ലേ? നാശം പിടിച്ചവൾ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവൾ ചത്തൊടുങ്ങിയ നിങ്ങൾക്കൊക്കെ സമാധാനാവല്ലോ. രോഹിത്തിന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ വന്യമായി. അമ്മ എന്ത് ചെയ്യാൻ പോവാണ്? അമ്മ അലീന ചേച്ചി ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല. നീ ഈ വൈജയന്തിയെ അങ്ങനെയാണോടെ കരുതിയിരിക്കുന്നത്? ഞാനൊന്ന് മൂളിയാ മതി, ആ നിമിഷം തീരും നിന്റെ അലീന ചേച്ചിയൊക്കെ. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ. ഒരു സമയത്ത് അമ്മയുടെ ആങ്ങളമാര് കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തു പറ്റി? അത് നടക്കാതെ പോയില്ലേ? അവസാനം അവർ അലീന ചേച്ചിയുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞതല്ലേ? അതുപോലെ തന്നെ മിക്കവാറും അമ്മയും ചെയ്യേണ്ടി വരും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ തന്നെ ഈ വൈജയന്തി ലോകത്തോട് വിട പറഞ്ഞുവെന്ന് നിങ്ങൾ അങ്ങ് കരുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അമ്മയില്ല. ഇത്രയും പറഞ്ഞ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് തന്നെ വൈജയന്തി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അമ്മ പോയതിനു ശേഷം കുട്ടികൾ 3 പേരും പരസ്പരം നോക്കി നിരാശയോടെ നെടുവീർപ്പിട്ടു. അമ്മയുടെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടില്ല. കൃഷ്ണമോള് സങ്കടത്തോടെ പറഞ്ഞു. അന്നേരം രോഹിത് ശബ്ദമുയർത്തി അവരോടായി പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അലീന ചേച്ചിയുടെ അച്ഛൻ ആ മാനേജർ അങ്കിളുടെ മുന്നിൽ വെച്ച് ചേച്ചി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനത് വ്യക്തമായി കേട്ടതാണ്. ഞാൻ അച്ഛൻ്റെ മകളല്ല, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ എനിക്കറിയാമെന്ന് ചേച്ചി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ബബിത ഞെട്ടലോട് ചോദിച്ചു, അപ്പോൾ അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ? അപ്പോൾ അച്ഛൻ നമ്മളോട് പറഞ്ഞതൊക്കെ കള്ളമാണോ? രോഹിത് ചിന്തയോടെ പറഞ്ഞു, എനിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ DNA ടെസ്റ്റിന് എൻ്റെയും ചേച്ചിയുടെയൊക്കെ സാമ്പിൾ രഹസ്യമായി കൊടുത്തിരുന്നുവെന്ന്. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഇന്ന് വൈകിട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരവും പൊളിയും. അച്ഛൻ പറയുന്നതാണോ അതോ ചേച്ചി പറയുന്നതാണോ സത്യമെന്ന് എനിക്കറിയാൻ പറ്റുമല്ലോ. ഇത്രയും പറഞ്ഞ് രോഹിത് പുറത്തേക്ക് പോവാനായി വേഗത്തിൽ നടന്നു. അവൻ പോയതിനു ശേഷം കൃഷ്ണമോള് ഗാഢമായി ചിന്തയിലായി. എന്തായാലും രോഹിതേട്ടൻ്റെ DNA അലീന ചേച്ചിയുടെ DNA മാച്ചായിരിക്കും. അതോടുകൂടി എല്ലാവരും ചേച്ചിയെ വിശ്വസിച്ചോളും. അമ്മയുടെ മനസ്സിലെ ആ കയറങ്ങ് മാറുകയും ചെയ്യും. ഭവിത കൃഷ്ണമോളോട് തോളിൽ തട്ടി ചോദിച്ചു, അല്ല, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന്? ഏയ്, ഒന്നുമില്ല ചേച്ചി. ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ചേച്ചി അച്ഛൻ്റെ മകൾ തന്നെയാണ്. DNA ടെസ്റ്റ് വരുമ്പോൾ അത് പോസിറ്റീവായിരിക്കും. അതോടുകൂടി അമ്മയുടെ ഈ ഒരു ബഹളം അങ്ങ് തീർത്താൽ മതിയായിരുന്നു. ബബിത നെടുവീർപ്പിട്ടു. ഒരിക്കലും മാറില്ല കൃഷ്ണമോളെ. അവളാണെന്നൊക്കെ അമ്മ ഈ പറയുന്നത് അത് അമ്മക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാ. ശരിക്കും അലീന ചേച്ചി അച്ഛൻ്റെ മകളാണെന്നൊക്കെ അമ്മക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ളതാ. എന്നിട്ടും അത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അവരുടെ മുന്നിൽ തോറ്റുപോയി എന്നുള്ളൊരു ഭയം, പിന്നെ ചേച്ചിയോടുള്ള അടങ്ങാനാവാത്ത ശത്രുത, ഇതൊക്കെ കാരണം കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അച്ഛനാണെങ്കിലും അമ്മയെ വിട്ടു നിൽക്കുകയല്ലേ, അതിൻ്റെയൊക്കെ ദേഷ്യമുണ്ട്. കൃഷ്ണമോട് പതിയെ പറഞ്ഞു, ശരിക്കും തെറ്റ് ചെയ്തത് അച്ഛനല്ലേ ചേച്ചി? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം താൻ ചെയ്ത ഒരു തെറ്റ് ഭാര്യ അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭാര്യയുടെ വിഷമം അതുണ്ടല്ലോ, അതായിരിക്കും ഒരു പക്ഷേ അച്ഛൻ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ കാണുന്നുള്ളൂ എന്നൊക്കെ പറയും. അതൊരിക്കലും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കൃഷ്ണേ. അതെന്താ അങ്ങനെ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഒരു സമാധാനവുമില്ല. അവർ ഒന്നിക്കുകയും ചെയ്യില്ലേ? ഏതായാലും DNA ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. കൃഷ്ണമോള് പ്രത്യാശയോടെ പറഞ്ഞു. ബബിത എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. വൈകുന്നേരമായി. ബബിതയും കൃഷ്ണമോളും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാറിന്റെ ശബ്ദം കേട്ടത്. വാതിൽ തുറന്നു രോഹിത് തിടുക്കത്തിൽ അകത്തേക്ക് വന്നു. അവന്റെ കയ്യിലിരുന്ന ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള കവറുണ്ടായിരുന്നു. അവർ അവരുടെ അടുത്തേക്ക് നിന്നു. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു.
ദേ DNA ടെസ്റ്റ് റിസൾട്ട് കിട്ടി. രോഹിത് ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ ആ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്നും കൊടുത്തതാണ്. അതുകൊണ്ട് റിസൾട്ട് വേഗം തന്നെ കിട്ടി. 7 ദിവസം എടുത്തു ഈ റിസൾട്ട് കിട്ടാൻ. അവൻ കവർ പൊട്ടിച്ച് അതിലെ പേപ്പർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആദ്യം ബബിതയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. ഇന്നാ നീ തന്നെ ഇത് നോക്ക്. ബബിത വേഗത്തിൽ ആ പേപ്പർ തുറന്നു നോക്കി. ആ നിമിഷം അവളുടെ മുഖത്ത് വലിയൊരു ചിരി പടർന്നു. കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ആ ചിരി കണ്ടപ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലായി. അവർ പെട്ടെന്ന് ബബിതയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു പേപ്പർ അങ്ങ് തട്ടിപ്പടിച്ചു വാങ്ങിച്ചു. അവരുടെ കണ്ണുകൾ ആ വരികളിലൂടെ ഓടി. രോഹിത്തിന്റെ DNA-യുമായിട്ട് 100% മാച്ചാണ് അലീനയുടെ DNA. ബബിത ഉറക്കെ പറഞ്ഞു. കൃഷ്ണമോള് സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ അത് വൈജയന്തിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു നോക്കി. ഇതൊക്കെ കണ്ട് വൈജയന്തിക്കാണെങ്കിൽ കലി അടക്കാനാവുന്നില്ല. രോഹിത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയല്ലേ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ചേച്ചി മോശപ്പെട്ടൊരു സ്ത്രീയാണെന്നും ചേച്ചിയാണ് അച്ഛനെ വളക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അലീൻ്റെ ചേച്ചി എൻ്റെ അച്ഛൻ്റെ മകൾ തന്നെയാണെന്ന്. ബബിതയും അമ്മയുടെ അടുത്തേക്ക് വന്നു. 23 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റാണ്. അത് അച്ഛൻ പറഞ്ഞതല്ലേ അമ്മേ? അന്ന് അച്ഛന് ഒരു കാമുകി ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം പോലും അച്ഛൻ അന്ന് അറിഞ്ഞിരുന്നില്ല. അവരാണെങ്കിലോ ആ കാര്യം അച്ഛനോട് പോലും പറയാതെ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി. പിന്നീട് അവരെക്കുറിച്ച് ഒരറിവുമില്ല. അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത്? ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ അച്ഛൻ അത് സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ അച്ഛൻ അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ ചോരയല്ലേ? അല്പം നിർത്തിയിട്ട് ബബിത വളരെ മൂർച്ചയേറിയൊരു ചോദ്യം ചോദിച്ചു. ഇനി അച്ഛൻ്റെ കാര്യം പോട്ടെ, അച്ഛന് പകരം അമ്മക്കാണ് ഇങ്ങനെ സിറ്റുവേഷൻ വന്നെങ്കിലോ? വിവാഹത്തിന് മുൻപ് അമ്മക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അമ്മ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമായിരുന്നോ? ആ ചോദ്യം വൈജയന്തിന്റെ നെഞ്ചിൽ ഒരു കൊള്ളി പോലെ അങ്ങ് പതിച്ചു. പെട്ടെന്ന് അവരുടെ മുഖത്ത് ദേഷ്യം മാറി അവർ വല്ലാത്തൊരു വിളർച്ചയോടെ പടർന്നു. ആ നിമിഷം വർഷങ്ങൾക്ക് മുൻപ് ഇരുളടഞ്ഞ ഏതോ ഒരു ആശുപത്രി മുറിയിൽ വെച്ച് തനിക്ക് ജനിച്ച ആ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ മരിച്ചുപോയി എന്ന് വീട്ടുകാർ പറഞ്ഞ ആ ഒരു കുഞ്ഞിന്റെ മുഖം അവരുടെ മനസ്സിലിങ്ങനെ മിന്നിമറിഞ്ഞു. ഹൃദയത്തിൽ എന്തോ ഭാരം അമരുന്നത് പോലെ അവർക്ക് തോന്നി. അല്ല, അമ്മ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും അമ്മ എന്താ മറുപടി പറയാത്തത്? ബബിതയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നത്. പെട്ടെന്ന് തന്നെ പഴയ അഹങ്കാരത്തിന്റെ മുഖംമൂടി അവർ എടുത്തണിഞ്ഞു. ഹേയ്, ഒന്നുമില്ല. നിങ്ങളൊക്കെ കൂടെ അവളെങ്ങനെ പുണ്യാളത്തിയാക്കി വെച്ചിരിക്കുമല്ലേ? ഇപ്പോഴാണെങ്കിൽ സ്വന്തം ചേച്ചിയാണെന്ന് കൂടെ മനസ്സിലായി. അപ്പോ ഇനി എന്താ, എല്ലാം ഓക്കെയായില്ലേ? പരിഹാസത്തോടെ അവർ ചോദിച്ചു. രോഹിത് ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അമ്മയുടെ ഒരൊറ്റ ആളുടെ പിടിവാശി കൊണ്ടാണ് അച്ഛൻ ആ പാവം ചേച്ചിയെ വേറെ ഏതോ വീട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അതും ഒരു വേലക്കാരിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത്രയും പണവും സ്വത്തുമൊക്കെയുള്ള അച്ഛന് സ്വന്തം മകളെ അങ്ങനെ മറ്റൊരിടത്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അമ്മ എന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്നിട്ടും അമ്മ എന്നൊരാൾക്ക് വേണ്ടിയിട്ടില്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ടും അതൊന്നും അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ. അതേടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഓരോന്നും പറഞ്ഞു തരികയും വേണ്ട. വൈജയന്തി ആ DNA ടെസ്റ്റ് റിസൾട്ട് നേരെ ദേഷ്യത്തോടു കൂടി തന്നെ ടേബിളിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വേഗത്തിൽ സ്റ്റെയർ കേസ് കയറി സ്വന്തം മുറിയിലേക്ക് പോയി. താഴെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മുകളിൽ നിന്നും ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. രോഹിത്തും അലീനയും തമ്മിലുള്ള ആ ഒരു DNA മാച്ചാവാൻ കാരണം അവർ ഒരേ അച്ഛന്റെ മകളായതുകൊണ്ടല്ല, മറിച്ച് ഒരേ അമ്മ വൈജയന്തിയുടെ മകളായതുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പോഴാണ് ഈ കൃഷ്ണമോൾക്കും അറിയാം. പക്ഷേ ഇപ്പോൾ സ്വന്തം മക്കൾ അലീന തന്റെ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഏതായാലും ആ കുട്ടികൾ ഇനി അവളെപ്പറ്റി മോശം വാക്കൊന്നും പറയില്ല. സ്വന്തം ചേച്ചിയായി അവളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഈ കുടുംബത്തിൽ ഇനി അവൾക്കൊരു അപമാനവും നേരിടേണ്ടി വരില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ ബാലേന്ദ്രന് തോന്നി, സമാധാനവും തോന്നി. എന്നാൽ അതേസമയം തന്റെ മുറിയിലേക്ക് തിരിച്ചെത്തിയ വൈജയന്തി വലിയൊരു ഭയത്തിന്റെ പിടിയിലായിരുന്നു. അവർ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവരുടെ ഉള്ളിൽ സ്വാർത്ഥതയുടെ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പൊ അലീന സ്വന്തം മകളാണെന്ന് DNA ടെസ്റ്റ് റിസൾട്ടോടുകൂടെ വന്നതോടുകൂടെ എല്ലാവർക്കും ഉറപ്പായി. ഇനി എന്തായാലും ബാലചന്ദ്രൻ അധികം വൈകാതെ തന്നെ അവളെ തിരിച്ചു കൊണ്ടുവരും. ഇപ്പോഴാണെങ്കിൽ അവൾ ഏതോ വീട്ടിൽ വേലക്കാരിയായിട്ടല്ലേ നിൽക്കുന്നത്. അധിക നാൾ അവളെ അങ്ങനെ അവിടെ നിർത്തേണ്ടി വരില്ല. എന്റെ എതിർപ്പുകളെല്ലാം അയാൾ കാറ്റിൽ പറത്തും. അവൾ ഇനി തിരികെ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. അവൾ ഇവിടെ മൂത്ത മകളായിരിക്കും. അങ്ങനെ വന്നാൽ വൈജയന്തിയുടെ നെഞ്ചിരിപ്പ് കൂടി. അങ്ങനെ വന്നാൽ ഈ വീടിന്റെ ഒരു വലിയ ഷെയർ അവൾക്ക് പോവും. അങ്ങനെ എൻ്റെ മക്കളുടെ അവകാശമാണ് ആ പെണ്ണ് തട്ടിയെടുക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനവും അതോടുകൂടി ഇല്ലാതാവും. തൻ്റെ സാമ്രാജ്യം തകരാൻ പോകുന്നു എന്ന് തോന്നൽ അവരെ കൂടുതൽ ക്രൂരമായ തീരുമാനത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അങ്ങനെ അലീനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നൊരൊറ്റ തീരുമാനത്തിൽ, കടുത്ത തീരുമാനത്തിൽ ഇങ്ങനെ വൈജയന്തി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.